നമസ്കാരം. വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ കർമ്മയോഗം എന്ന 3-ാമത്തെ അധ്യായത്തിലെ 24 ശ്ലോകങ്ങളാണ് നമ്മൾ വായിച്ച് അർത്ഥം പറഞ്ഞത്. ഇന്ന് നമുക്ക് 25-ാമത്തെ ശ്ലോകം മുതൽക്ക് വായിക്കാം. സക്താ കർമ്മണ്യ വിദ്വാംസോ യഥാ കുർവന്തി ഭാരത കുര്യാദ് വിദ്വാംസ്തഥാസക്ത ചികീർഷുർലോകസംഗ്രഹം. സക്താ കർമ്മണ്യ വിദ്വാംസോ യഥാ കുർവന്തി ഭാരത കുര്യാദ് വിദ്വാംസ്തഥാസക്ത ചികീർഷുർലോകസംഗ്രഹം. ഭാരത എന്ന് സംബോധന. അല്ലയോ ഭരതവംശജ, അതായത് അർജുന എന്ന് തന്നെ. അവിദ്വാംസ അറിവില്ലാത്തവർ, കർമ്മണി സക്താ യഥാ കുർവന്തി താൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലത്തിൽ സംഘബദ്ധരായി എപ്രകാരമാണോ കർമ്മം ചെയ്യുന്നത്, തഥാ അതുപോലെ തന്നെ, ലോകസംഗ്രഹം ചികീർഷു വിദ്വാൻ ലോകത്തിന് നന്മ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു ജ്ഞാനിയായവൻ, അസക്ത കുര്യാത്, അസക്ത കർമ്മ കുര്യാത് എന്നെടുക്കണം. അതായത് കർമ്മ ഫലത്തിൽ ആസക്തി ഇല്ലാതെ കർമ്മം ചെയ്യണം. ഇവിടെ കർമ്മത്തിൻ്റെ ആചരണം നോക്കിക്കഴിഞ്ഞാൽ മൂഢനായിട്ടുള്ള ഒരാൾ ചെയ്യുന്ന കർമ്മവും നല്ല അഭിജ്ഞനായിട്ടുള്ള അറിവുള്ള ഒരാൾ ചെയ്യുന്ന കർമ്മവും കണ്ടാൽ ഒരുപോലെയാണ് തോന്നുക. എന്നാൽ മൂഢനായിട്ടുള്ള ഒരാൾ അതിൻ്റെ ഫലേച്ഛയോടും, അതായത് അതിന് ആസക്തിയാണ്, ഫലത്തിനുള്ള ആസക്തി കൊണ്ടും അഭിമാനത്തോടും കൂടിയായിട്ടാണ് കർമ്മം ചെയ്യുന്നത്. എന്നാൽ വിദ്വാനായിട്ടുള്ള ഒരാൾ ലോകസംഗ്രഹത്തിന് വേണ്ടി മാത്രമാണ് കർമ്മം ചെയ്യുന്നത്. അതായത് രണ്ടുപേരുടെയും ആ കർമ്മം ചെയ്യുമ്പോഴുള്ള ഭാവനയ്ക്കും ഫലത്തിനും വളരെ വ്യത്യാസമുണ്ട് എന്നർത്ഥം. എന്നാലും അജ്ഞാനികൾ ആസക്തിയോടുകൂടി സ്വാർത്ഥത്തെ ലക്ഷ്യമാക്കിയിട്ടാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ജ്ഞാനികളായിട്ടുള്ളവർ ആസക്തി കൂടാതെ പരാർത്ഥമായിട്ട് ലോകസംഗ്രഹത്തിനെ ലക്ഷ്യമാക്കി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇനി അടുത്ത ശ്ലോകം വായിക്കാം. ന ബുദ്ധിഭേദം ജനയേത് അജ്ഞാനാം കർമ്മസംഗിനാം ജോഷയേത് സർവകർമാണി വിദ്വാൻ യുക്ത സമാചരൻ. ഒന്നുകൂടി. ന ബുദ്ധിഭേദം ജനയേത് അജ്ഞാനാം കർമ്മസംഗിനാം ജോഷയേത് സർവകർമാണി വിദ്വാൻ യുക്ത സമാചരൻ. വിദ്വാൻ ഒരു ജ്ഞാനിയായിട്ടുള്ള ആള് കർമ്മസംഗിനാം അജ്ഞാനാം ബുദ്ധിഭേദം ന ജനയേത്, ഫലം ആഗ്രഹിച്ച് കർമ്മം ചെയ്യുന്ന അജ്ഞാനിയായവർക്ക് ബുദ്ധിഭേദം ഉണ്ടാക്കരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംശയം ഒന്നും ഉണ്ടാക്കരുത്. യുക്ത സമാചരൻ സർവകർമാണി ജോഷയേത്. ഈ ജ്ഞാനികളായിട്ടുള്ള ആൾക്കാര് കർമ്മങ്ങൾ യഥാവിധി അനുഷ്ഠിച്ച് എല്ലാ കർമ്മങ്ങൾക്കും നേർവഴി തെളിക്കുകയാണ് വേണ്ടത്. എന്ന് വെച്ചാൽ ഈ കർമ്മത്തിൻ്റെ ഫലത്തിൽ മാത്രം ശ്രദ്ധ കൊടുത്ത് കർമ്മം ചെയ്യുന്ന അജ്ഞാനികളുടെ ആ ഒരു വിശ്വാസത്തെ നശിപ്പിക്കാതിരിക്കണം. അതായത് ഫലേച്ഛ ഇല്ലാതെയാണ് നിങ്ങൾ കർമ്മം ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ പെട്ടെന്ന് സാധിക്കില്ല. അപ്പോൾ എന്തെങ്കിലും കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടി ഇല്ലാതെയാവേ ചെയ്യുള്ളൂ. അപ്പോൾ അവർ ചെയ്യുന്ന ആ കർമ്മം ഇങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ ആ കർമ്മവും ഉണ്ടാവില്ല, ജ്ഞാനവും ഉണ്ടാവില്ല. അതുകൊണ്ട് കർമ്മത്തിൻ്റെ ഫലത്തിൽ മാത്രം ആഗ്രഹം വെച്ച് കർമ്മം ചെയ്യുന്ന ആളുകളെ വളരെ സാവകാശം ജ്ഞാനിയായവരെ മാതൃകയാക്കി പ്രവർത്തിക്കാനുള്ള പ്രേരണ നൽകി അവരെയും ശരിയായ കർമ്മയോഗ മാർഗത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ശ്ലോകം. പ്രകൃതേ ക്രിയമാണാനി ഗുണൈഃ കർമാണി സർവശ അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യതേ. പ്രകൃതേ ക്രിയമാണാനി ഗുണൈഃ കർമാണി സർവശ
അഹങ്കാരവിമൂഢാത്മാ കർത്താഹമിതി മന്യത്തെ. സർവശ കർമാണി പ്രകൃതേ ഗുണൈ ക്രിയമാണാനി. സർവശ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ നിലയിലും പ്രകൃതി ഗുണങ്ങൾക്ക് അനുസരണമായിട്ടാണ് കർമ്മങ്ങൾ ചെയ്യപ്പെടുന്നത്. അഹങ്കാര വിമൂഢാത്മാ, അഹങ്കാരം കൊണ്ട് വിവേകം നശിച്ച അജ്ഞാനികൾ, അഹം കർത്ത ഇതി മന്യത്തെ, ഇതെല്ലാം ഞാനാണ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുന്നു. എന്ന് വെച്ചാൽ ഒരു വിദ്വാനായിട്ടുള്ള ഒരാളാണെങ്കിലും മൂഢനായിട്ടുള്ള ഒരാളാണെങ്കിലും ഈ പ്രകൃതിയുടെ ഗുണങ്ങളായിട്ടുള്ള സത്വം, രജസ്, തമസ് ഇതുകൊണ്ട് പ്രേരിതമായിട്ടാണ് അവനവന്റെ കർമ്മം ചെയ്യുന്നത്. ഈ പ്രകൃതിയിലെ ഈ ഗുണങ്ങളുടെ പ്രേരണ ഇല്ലാതെ ആരും ഒരു കർമ്മവും ചെയ്യുന്നില്ല. ഇവിടെ വ്യത്യാസം എന്താന്ന് വെച്ചാൽ മൂഢനായിട്ടുള്ള ഒരാള് താൻ ചെയ്യുന്ന കർമ്മത്തിന് ഞാനാണ് ഈ കർമ്മം ചെയ്തത് എന്നുള്ള ആ കർത്തൃത്വം ഏറ്റെടുക്കുന്നു. എന്നാൽ വിദ്വാനായിട്ടുള്ള ഒരാള് അങ്ങനെ ചെയ്യുന്നില്ല. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളായാലും ദുഷ്കർമ്മങ്ങളായാലും എല്ലാം ഈ പ്രകൃതിയുടെ ഗുണങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. എന്നാൽ അഹങ്കാരം കൊണ്ട് വിവേകം നശിച്ചിട്ടുള്ള അജ്ഞാനികൾ എന്ന് വെച്ചാൽ നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് തങ്ങളാണ് എന്ന് സ്വയം വിചാരിക്കുകയാണ്. എന്നാൽ അറിവുള്ള ഒരാൾക്ക് ഈ കർത്തൃത്വ ബുദ്ധി മനസ്സിലുണ്ടാകുന്നില്ല. നമുക്കും കുറേശ്ശെയായി ഞാൻ എന്നുള്ള ആ ബുദ്ധി ഉണ്ടല്ലോ, ആ അഹങ്കാര ബുദ്ധി ഇല്ലാതാക്കാൻ പരിശീലിക്കാം. ഇന്ന് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം. ഇനി അടുത്ത ശ്ലോകങ്ങൾ വെള്ളിയാഴ്ച വായിക്കാം. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ